ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീടുകളുടെ ചിത്രം വര എങ്ങനെയാണെന്ന് ഒരു രണ്ടാമത്തെ അധ്യായം കൂടിയുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരച്ചത് ചെറിയ കുടിലുകളാണ്. ഇനി നമ്മൾ ടെറസിൻ്റെ വീടുകളുടെ വരക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ടത് ഇതുപോലത്തെ കുറച്ച് കള്ളികളിട്ട് പഠിക്കണം ആദ്യം വേണ്ടത്. ഇതുപോലെ പല ആകൃതിയിലുള്ള കുറച്ച് കള്ളികളിട്ട് വരച്ച് പഠിച്ചാൽ നമുക്ക് വേഗം ഒരു ടെറസിൻ്റെ വീടുണ്ടാക്കാൻ പറ്റും. എത്ര വലിയ വീടുണ്ടാക്കാൻ നമുക്ക് ഇത്രയും കള്ളികൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കള്ളികളിട്ടൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ആദ്യം വേണ്ടത്. അപ്പോൾ അതൊക്കെ വരച്ച് ശരിക്കും പഠിച്ച ശേഷം നമ്മൾ ചെറിയ ഒരു വീടുണ്ടാക്കാനാണ് ഇനി നോക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഒരു വീടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വേണ്ടത് നമ്മളിതുപോലെ ഒരു കള്ളി ദീർഘചതുരം എന്ന് പറഞ്ഞാലും പറ്റില്ല, കുറച്ച് കൂടിയ അളവിൽ എടുക്കുക, കുറഞ്ഞൊരു കട്ടിയിൽ. ഇത് സൺസൈഡിൻ്റെ ഒരു ഭാഗമാണത്, ഒരു ടെറസിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ താഴത്തേക്കും വരക്കുക. ഒരു ചെറിയ കള്ളി ഇട്ടാലും മതി. അതിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വരക്കാൻ കഴിയും. ഞാനും പേന കൊണ്ടാണ്, കുറച്ച് പരിചയം വന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഞങ്ങൾ കടലാസ് പെൻസിൽ ഉപയോഗിച്ച്, ഷാർപ്പില്ല പെൻസിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച കള്ളികൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരെ സൺസൈഡിൻ്റെ ഉപയോഗിച്ച ആ കള്ളിയാണ് നമ്മൾ താഴത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതിന് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുക. പിന്നെ വരക്കുമ്പോൾ പലരും എന്നോട് പറയലുണ്ട് ഇങ്ങനെ വളവ് ശരിയാവുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്താലുള്ളൂ വളവുകളൊക്കെ ഒന്ന് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ചൂരൽമലയിലെ വീടുകളെ പോലെ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയലുണ്ട്. അതുപോലത്തെ വീടുകൾ നമ്മൾ വരയ്ക്കരുത്, ചെരിവുള്ളതാക്കിയിട്ട് വരയ്ക്കരുത്. അപ്പോൾ നമ്മൾ ജനൽ വരയ്ക്കുകയാണ് ഇവിടെ. ജനൽ വരയ്ക്കുമ്പോൾ നമ്മളെ കുറച്ചൊരു 20 വർഷം മുമ്പത്തെ ഒരു വീടിൻ്റെ ഒരു ആകൃതിയാണിത്. ഇപ്പോഴത്തെ വീടൊന്നും ഇങ്ങനെയല്ല. എന്താണെങ്കിലും നമ്മൾ ലളിതമായിട്ടാണ് വരയ്ക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു 800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഒരു വീടായിട്ടാണിത് വരിക. അപ്പോൾ നമ്മൾ മേലെ ടാങ്കൊക്കെ വരച്ചു. ടാങ്കിലൊക്കെ കയറുന്ന കോണിയുണ്ട്, പിന്നെ പൈപ്പുണ്ട്. പൈപ്പ് കുറച്ചും കൂടി, ടാങ്ക് കുറച്ചുകൂടി വലതു ഭാഗത്തേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം ചാടുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വരച്ചത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ജനൽ, ഉള്ളിലുള്ള ജനലാണിത്. ആ സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലുള്ള ജനലുകൾ നമ്മൾ ആദ്യം വരക്കുമ്പോൾ അതുപോലെ ചെറിയൊരു വളവൊക്കെ വരും. അത് പിന്നെ നമ്മൾ രണ്ടാമത്തെ വരയിൽ ആണ് ലെവലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വീട് വളരെ എളുപ്പമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ വരക്കുന്നത് രണ്ടാമത്തെ വര എന്ന് പറയുന്നത് വീടുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചെറിയ സ്കൂൾ അല്ലെങ്കിൽ ഒരു മദ്രസ ബിൽഡിങ്, അതുമല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം, അതൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ മത്സരങ്ങളൊക്കെ വരുമ്പോൾ അതുപോലത്തെ മദ്രസൻ്റെ ചിത്രം എങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞ് പലരും സമീപിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ വരച്ച ആ കള്ളി തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്. സൺസൈഡിൻ്റെ ഭാഗം ഒന്ന് കട്ടി കൂട്ടുക. പിന്നീട് നമ്മൾ രണ്ടാമത്തെ നിലയിലേക്ക് ഇതേപോലെ പോവുക. ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വരച്ച ആ കള്ളികൾ തന്നെയാണ്. അത് വളയാതെ വരക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ധർമ്മം. ഇത് നമ്മൾ ആ താഴേന്ന് മേലേക്ക് പോകുന്ന ഭാഗമാണിത്. കോണിക്കൂട് പറയണം. കോണിക്കൂട് ഒരു ഭാഗം ഭയങ്കര ഡാർക്കായിരിക്കും. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗം കോണികളാണ്, സ്റ്റെപ്പുകൾ. അപ്പോൾ സ്റ്റെപ്പൊക്കെ നമ്മൾ വളരെ ഉഷാറായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ജനലുകളും വാതിലുകളൊക്കെ വരയ്ക്കലാണ്. മേലെ ഭാഗം വാതിലിൻ്റെ പകുതിയുള്ളൂ കാണുന്നത്. ബാക്കിയൊരു ഭാഗം ഇവിടെ ചെറിയൊരു തടവുണ്ട്. ആ തടവിനും കൂടി ഇതാക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. 2 ജനൽ വരച്ചു. പിന്നെ അങ്ങേ അറ്റത്തൊരു വാതിൽ കൂടി. പിന്നെ അതുപോലെ താഴെ ഭാഗത്ത് വാതിൽ. പിന്നെ അതേപോലെ തന്നെ 2 ജനൽ ഇവിടെ താഴെ ഭാഗം. ശരിക്കും ഇതൊരു മദ്രസിൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു LP സ്കൂള്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വരയാണ്. അത് നിങ്ങൾ തുടർച്ചയായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അവധിക്കാല വരകളിൽ നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പം മരങ്ങളും കഴിഞ്ഞു, വീടുകളും കഴിഞ്ഞു.
അപ്പോൾ ഇത് 2 വരകളും നിങ്ങൾ ശരിക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ വേഗം പഠിയുന്നതാണ്. ഇതൊക്കെ മരങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ. ഇതിലിപ്പോൾ നമ്മൾ വീടുകളും വരച്ച് പഠിച്ചു. വളരെ ലളിതമായ വീടുകളാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു മരം കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.